أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നു മുതൽ സൂറ കൗസറിൻ്റെ തഫ്സീറാണ് ആരംഭിക്കുന്നത്. സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു സൂറ കൗസറിൻ്റെ ആയത്തുകളുടെ വിശദീകരണങ്ങൾ പറയുന്നതിന് മുൻപായി ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലവും ഈ സൂറത്തിന് മറ്റുള്ള സൂറത്തുമായിട്ടുള്ള ബന്ധവും വിശദീകരിക്കുകയാണ്. സൂറ കൗസർ മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും ഇത് മക്കി സൂറത്തായിട്ടാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നുബുവത്ത് വാദം ഉന്നയിച്ച സമയത്ത് മക്കയിൽ ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രവാചകനെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ പ്രവാചകനെ എതിർക്കേണ്ട ആവശ്യമില്ല, എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളും മക്കയിലുണ്ടായിരുന്നു. ഈ വിധത്തിൽ നിങ്ങൾ പ്രവാചകനെ ഉപദ്രവിക്കുകയാണെങ്കിൽ, എതിർക്കുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ പ്രവാചകനിലേക്ക് ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ മക്കയുടെ പുറത്തു നിന്നും വരുന്ന ആളുകൾ പ്രവാചകനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രവാചകനെതിരെയുള്ള ശത്രുത ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു ആസ് ബിൻ വായിൽ. ആ വ്യക്തി പറയാറുണ്ടായിരുന്നത്, മുഹമ്മദിനെ നിങ്ങൾ ഒഴിവാക്കുക, മുഹമ്മദിനൊരു ആൺകുട്ടിയുമില്ല, മരണത്തോടുകൂടി ഈ പ്രസ്ഥാനവും ഇല്ലാതായിത്തീരുന്നതാണ്, നഊദുബില്ല. ആസ് ബിൻ വായിൽ പ്രവാചകനെ അബ്തർ എന്നും ആൺകുട്ടികൾ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ട് പ്രവാചകൻ്റെ മരണത്തോടുകൂടി ഈ മതവും ഇല്ലാതായിത്തീരുന്നതാണ് എന്ന് ആരോപണം ഉന്നയിക്കുമായിരുന്നു. നഊദുബില്ല മിൻ ദാലിക്. മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായിക്കൊണ്ടാണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഹുസൂർ പറയുന്നു, ഞാൻ മുമ്പ് വിവരിച്ചതുപോലെ തന്നെ അവസാനം വരുന്ന കുറച്ച് സൂറത്തുകൾ ഒന്നിടവിട്ട് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തെയും അവസാന കാലഘട്ടത്തെയും പ്രതിപാദിക്കുന്ന സൂറത്തുകളാണ്. എന്നാൽ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന സൂറത്തുകൾക്ക് മറ്റ് കാലഘട്ടത്തെക്കുറിച്ച് അതിൽ വിവരണമില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് രണ്ട് കാലഘട്ടത്തെക്കുറിച്ചും അതിൽ വിവരണമുണ്ട്. എന്നാൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഏതെങ്കിലും ഒരു കാലഘട്ടത്തെക്കുറിച്ചായിരിക്കും ആ സൂറത്തിൽ വിവരിച്ചിട്ടുണ്ടാകുക. ഇതിന് മുമ്പുണ്ടായിരുന്ന സൂറത്ത് സൂറ മാഊനാണ്. ആ സൂറ മാഊനിൽ മുസ്ലിങ്ങൾക്ക് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന അധംപതനത്തെക്കുറിച്ചാണ് വിവരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ഈ സൂറത്ത് സൂറ കൗസറിൽ ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹുസൂർ പറയുന്നു, ഒരു മികച്ച എഴുത്തുകാരൻ പുസ്തകത്തിൻ്റെ അവസാനം അതുവരെ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ ഉപസംഹരിക്കുകയും അതിൻ്റെ ആശയം വ്യക്തമാക്കുകയുമാണ് ചെയ്യാറുള്ളത്. അപ്രകാരം തന്നെ വിശുദ്ധ ഖുർആനും ഇവിടെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു ഇവിടെ വിഷയങ്ങൾ ഉപസംഹരിക്കാൻ ആരംഭിക്കുകയാണ്. ഈ സൂറത്തിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ അവസാനിക്കുകയാണ്. ഇതിൽ എല്ലാവിധത്തിലുള്ള വിഷയങ്ങളും വിശദീകരണങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഇതിലെവിടെയാണ് ആ സവിശേഷ ഗുണങ്ങൾ എന്ന് നിങ്ങൾ ചോദിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുക, എല്ലാ വിധത്തിലുള്ള വിജ്ഞാനങ്ങളും വിഷയങ്ങളും ഇതിൽ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത് മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്ന ഒരു ഗ്രന്ഥമല്ലേ? വിശുദ്ധ ഖുർആൻ ഉപസംഹരിക്കുമ്പോൾ അതിൻ്റെ അവതരണ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് നടത്തിയ വാഗ്ദാനം വിശുദ്ധ ഖുർആനിലൂടെ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് നിങ്ങൾ അബ്തർ എന്ന് ആരോപിച്ചില്ലേ? എന്നാൽ ഇപ്പോൾ നോക്കുക, പ്രവാചകൻ്റെ അസ്തിത്വം വ്യാപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രവാചകൻ്റെ സവിശേഷ ഗുണങ്ങൾ വിജയം കൈവരിച്ചതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ്റെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് ഒരു സഹാബി ചോദിച്ച സമയത്ത് പറഞ്ഞത് കാന ഖുൽഖുൽ ഖുർആൻ. പ്രവാചകൻ്റെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അത് വിശുദ്ധ ഖുർആനാണ് എന്നാണ്. എനിക്ക് സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, വിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിക്കുക, അതായിരുന്നു പ്രവാചകൻ. ഖുർആൻ്റെ കൽപ്പനകളുടെ പ്രകടമായ രൂപം നിങ്ങൾക്ക് പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ ദർശിക്കാൻ സാധിക്കും.
ഏതൊരു കൽപ്പനയാണോ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ളത് അതിൻ്റെ പ്രാവർത്തികമായിട്ടുള്ള രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. ഏതൊരു കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കാനാണോ വിശുദ്ധ ഖുർആൻ കൽപ്പന നൽകിയത്, പ്രവാചകൻ അതിൽ നിന്നും വിട്ടുനിന്നു. ദാനധർമ്മങ്ങൾ ചെയ്യാനും നോമ്പ് നോൽക്കാനും വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഏറ്റവും ഉത്തമമായ മാർഗത്തിൽ പ്രവാചകൻ അതിൻ്റെ മാതൃക കാണിച്ചു തന്നു. സൗമ്യമായി പെരുമാറാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറ്റവാളിക്ക് അവരുടെ പരിഷ്കരണത്തിന് വേണ്ടി ശിക്ഷ നൽകാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുമ്പോൾ അത് പ്രവാചകൻ പ്രാവർത്തികമാക്കി. തെറ്റുകാർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവർക്ക് ക്ഷമിച്ചു നൽകി. പ്രവാചകൻ്റെ ജീവിത ചരിത്രം വിവരിക്കേണ്ട ആവശ്യമില്ല, അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. വിശുദ്ധ ഖുർആനും പ്രവാചകനും ഒരേ ഉറവിടത്തിൽ നിന്ന് വന്ന രണ്ട് വജ്രങ്ങളാണ്. ഇരട്ടകളെപ്പോലെ അതിൻ്റെ രൂപം ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ കാര്യവും ഒന്ന് മറ്റൊന്നിന് പ്രകാശം പകരുന്നതാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.